അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ എന്താ പറയുന്നത് ക്യാരറ്റ് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കൂണ് ഇത്ര സാധനം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു കറിയാണ്. നമ്മുടെ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി അപ്പത്തിനൊക്കെ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സ്പൈസി അല്ല. അതെ, പ്രത്യേകിച്ച് ഒരു വലിയ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് പറ്റും. അതെ, ഇത് അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മളിത് ഇതൊന്ന് എന്താ പറയുക ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞ് നമുക്കിതൊന്ന് കഴുകി റെഡിയാക്കി കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ അതേ നമ്മളുണ്ടല്ലോ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു എന്താ പറയുക 4-5 കൂണ് അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ്. അപ്പം ഇനി നമ്മളുണ്ടല്ലോ നമ്മുടെ കുക്കറിൻ്റെ അകത്താണ് നമ്മുടെ പരിപാടി. അപ്പം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ അരിയുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഒരുപാട് വലിപ്പമാകരുത് കേട്ടോ. അപ്പം ഇനി നമുക്കിത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാതെ ഇത് രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. അതെ, അപ്പം അതിന് കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ തക്കാളി സകല ഐറ്റം ഇതിനകത്തോട്ടാണ് ഇട്ട് കൊടുത്തേക്കാം. കൂണ് ഇനി അതിന്റെ കൂട്ടത്തില് നമ്മൾ ഒരു സവോള അത് ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പം അതുണ്ട്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് നമ്മൾ 2 പച്ചമുളക് നമ്മൾ എടുത്തത് 2-3 ഒക്കെ എടുക്കാം കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നമ്മളൊരു 2 എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിയുള്ള സാധനമാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു കുഞ്ഞു പീസ് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1-2 എന്താ പറയുക നമ്മുടെ വെളുത്തുള്ളി അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയുടെ അല്ലി മതിയേ. അതെ, എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഇതിന് വേണ്ട ഉപ്പും കൊടുത്ത് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഇതിന് കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പം ഇനി ഈ അധികം നമ്മൾ മസാല ഇപ്പം ചേർക്കുന്നില്ല. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കൂ. മഞ്ഞൾപ്പൊടി ഇല്ലാത്ത കറി എന്തോ അല്ലേ, മഞ്ഞൾപ്പൊടി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വിസിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 1-2 വിസിൽ. പിന്നെ നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ ഇതനുസരിച്ചിരിക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി കൂടി പോരുത്. കൂടി പോയി കഴിഞ്ഞാൽ വേകാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പിന്നെ അതിനല്ല ഒരുപാട് ചാറായി കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സുഖമാണ്. ഇത് നമുക്കൊന്ന് ഇളക്കണം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു പരുവത്തിൽ മതി നമുക്ക് വെള്ളം. അപ്പം ഇതിന് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ. അത് നമ്മുടെ എന്താ പറയുന്നത് ഇതിനനുസരിച്ച് ഇത് വേഗം നമുക്കൊരു കണക്കുണ്ടല്ലോ, ആ കണക്കിനനുസരിച്ച്. അപ്പം ഇനി ഇതൊന്ന് വേഗട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. നന്നായിട്ട് വേഗണം. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്താ പറയുന്നത് ഈ പ്രഷറും കാര്യങ്ങളൊക്കെ പോയി. അപ്പം ഇനി നമുക്കിതൊന്ന് തുറക്കാം. നല്ല എന്താ പറയുക നല്ല ഭംഗിയായിട്ട് സംഭവം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആദ്യം വെളിച്ചെണ്ണ വേണേൽ എടുക്കാം, അല്ല സാധാരണ കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, ഒരു ടീസ്പൂൺ എണ്ണയുടെ ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് ചൂടായ ഉടനെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കാം. അപ്പൊ ഈ കടുക് പൊട്ടുന്ന സമയത്തിന് നമുക്ക് 2-3 നമ്മള് മറ്റേ വറ്റൽമുളക് ഇതും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് മുറിച്ച് തന്നെയാണ്. അവര് 2-3-4 ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കഴിഞ്ഞാൽ മുറിച്ചിടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മള് മുളകായിട്ട് വേണമെങ്കിൽ ഇടാം, പക്ഷെ മുറിച്ചിടുമ്പോൾ കിട്ടുന്ന ആ ഒരു രുചി കിട്ടൂല. അപ്പൊ അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് മൂക്കട്ടെ. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ കടുക് വറുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു സ്വല്പം കറിവേപ്പില നമ്മൾ കടിയൊക്കെ എടുത്ത കറിവേപ്പില. അപ്പൊ ചിലപ്പോൾ ചീറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്വല്പമാണല്ലോ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചൂടായി റെഡിയായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച് നമ്മുടെ ഐറ്റം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ച് ചേർക്കണം. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ സ്പൂൺ വെച്ച് തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. തീ നല്ല കൂട്ടി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട്
തിളയ്ക്കണം. നന്നായിട്ട് വെട്ടി തിളച്ച് ഒന്ന് കുറുകി വരണം. ഈ നമ്മൾ ഉടച്ച് ചേർക്കുന്നതൊക്കെ കൂടെ അതിൻ്റെ അകത്തൊന്ന് മിക്സ് ആക്കി ഇടണം. അപ്പൊ അതിന് വേണ്ടി ഇച്ചിരി തീ കൂട്ടി വെക്കുന്നത്. ഇതുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വേഗണം, എന്തായാലും അതിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് സംഭവം. എന്തായാലും നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാനും സാധിക്കും. അതെ. അപ്പൊ ഇത് ഉടച്ചൊക്കെ എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് 2 മിനിറ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് ഈ കുറച്ചൊന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും. അപ്പൊ ആ കുറുകിയിട്ട് വേണം നമുക്ക് സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പൊ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ടെല്ലാം ഉടച്ച് റെഡിയാക്കി അവൻ്റെ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് എന്താ പറയുക, നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താലും ഒരു സ്വല്പം കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് നമ്മുടെ എന്താ പറയുക മല്ലിയില. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനാണ്. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയാണ്. ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയില ഇടുമ്പോൾ ഉണ്ടല്ലോ കുഞ്ഞായിട്ട് അരിഞ്ഞിടണം, അന്നേരം ഉണ്ടല്ലോ ആ മല്ലിയിലയുടെ എഫക്റ്റും ടേസ്റ്റും ഒക്കെ വരുന്നത്. പൂരിക്ക് പൊറോട്ടയ്ക്ക് നമ്മുടെ വെള്ളയപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മളിത് കറി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിന് നിർത്തിയേക്കുക. നല്ല ആവശ്യത്തിന് നമ്മൾ കുറുകിയിട്ടുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. അതെ. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇതുപോലെ തയ്യാറാക്കി നോക്ക്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെന്താ പറയുന്നത് നമ്മുടെ കൂണ്. ആ കൂണ് ഇടുമ്പോഴത്തേക്കും സാറിന് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ച് മാത്രം ചെയ്യാറുണ്ട്, പക്ഷെ കൂണും കൂടെ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് സാധനം. വേറെ പച്ചക്കറികൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. മട്ടർ, നമ്മുടെ ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഇല്ലേ, അതൊക്കെ ചേർക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. അപ്പോൾ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതും ചെയ്ത് നോക്കിയോ, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം വെച്ചാൽ എരിവൊന്നും ഓവറായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായ നിർദ്ദേശം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ ഓർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് അത് കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്തൊരു വെറൈറ്റി അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until